ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷം പിന്നിട്ടിട്ടും മതിയായ സൗകര്യങ്ങളില്ലാത്ത മെഡിക്കൽ കോളേജിനെ കുറിച്ച് അരുൺ ആലത്തൂർ ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ചെറിയ രോഗങ്ങൾക്ക് പോലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയോ കോയമ്പത്തൂരിനെയോ ഒക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് പാലക്കാട്ടുകാരും സമീപ പ്രദേശങ്ങളിലുള്ളവരും സമീപ ജില്ലകളിലുള്ളവരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 10 വർഷം കഴിഞ്ഞിട്ടും മികച്ച ഉപകരണങ്ങളോ മതിയായ സൗകര്യങ്ങളോ ഇല്ലാതെ പോകുന്നത്? തന്നെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു ഏറെ കുത്തിഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. തറക്കല്ലിടലും മറ്റും നടത്തി. പിന്നീട് സർക്കാർ മാറി, ഇടതുപക്ഷ സർക്കാർ വന്നു. അപ്പോഴും ഈ രണ്ട് മുന്നണികളും, ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ UDF ആണെങ്കിലും ഒക്കെ അവരുടെ ഒരു വലിയ നേട്ടം എന്ന തരത്തിൽ വലിയ ഫ്ലക്സും ബോർഡുകളും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനവും മറ്റുമൊക്കെ നടത്തിയത്. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷമായി, എന്നിട്ടും അവിടെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് പട്ടികജാതി വകുപ്പിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. ആ മെഡിക്കൽ കോളേജിലാണ് ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകുന്നതിന് നല്ലൊരു പാത പോലും ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ട്. മാത്രമല്ല, ഈ ഭാഗത്ത് മേജർ ശസ്ത്രക്രിയകളോ മറ്റോ നടത്തുന്നതിനുള്ള സംവിധാനം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ENT വിഭാഗത്തിൽ മാത്രമാണ് ഒരു ശസ്ത്രക്രിയ അടുത്തിടെ നടന്നത്. അതല്ലാതെ മറ്റ് വിഭാഗങ്ങളിലൊന്നും മേജർ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്നതാണ്. ഓപ്പറേഷൻ കോംപ്ലക്സ് ഇല്ല. അതുപോലെ തന്നെ നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെയൊക്കെ താൽക്കാലികമായിട്ടാണ് നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജീവനക്കാരെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മടിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് പുറമെ അത്യാഹിത വിഭാഗം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഒരു മോർച്ചറി പോലും ഈ ഒരു മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നിവേദനങ്ങളും ഒക്കെ അധികൃതർക്ക് നിരന്തരം ജനങ്ങൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് അതിനോടൊരു താല്പര്യമില്ലായ്മയാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആശുപത്രി ഇല്ല എന്നുള്ളത് അവരെ വലിയ രീതിയിൽ വലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു മാസത്തിനിടെ ഏകദേശം 200-ലേറെ അപകടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അപകടങ്ങളൊക്കെ കൂടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. എന്നിട്ടും ഈ അപകടത്തിലും മറ്റുമൊക്കെ പരിക്കേറ്റ ആളുകളെ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്നും ഒന്നുകിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യുകയാണ്. പലരും അത്രയും ദൂരം പോകുന്നതിന് മടിച്ച് പിന്നെ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരിലേക്കും നഗരത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നു എന്നുള്ള. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നല്ലാതെ അവർക്ക് അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് പൊതുവിലെ ഉള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ OPകൾ, വിവിധ സെക്ഷനുകളിലായിട്ടുള്ള OPകൾ പ്രവർത്തിക്കുന്നുണ്ട്. OPയുടെ പ്രവർത്തനം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് OPയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലുപരി ഒരു മെഡിക്കൽ കോളേജ്, നമുക്കറിയാം, ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ വെറും OP മാത്രമല്ല അവിടെ വേണ്ടത്, അവിടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വേണ്ടതാണ്. ഒരു CT സ്കാൻ മെഷീൻ പോലും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അങ്ങനെ അത്യാധുനിക ഉപകരണങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഇതിൻ്റെ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. പലയിടത്തും ഇപ്പോഴും കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 10 വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥയ്ക്കെതിരെ അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻറ്റുകൾ തന്നെ വലിയ സമരവുമായിട്ട് മറ്റുമൊക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും ആ പ്രശ്നത്തിലൊന്നും ഒരു പരിഹാരവുമായിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ ആശുപത്രികളിലെ പ്രശ്നങ്ങൾ തുടരുന്ന സമയത്ത് അതിലേറ്റവും പിന്നോട്ട് നിൽക്കുന്ന ജില്ലയായി പാലക്കാട് ജില്ല മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ ജനങ്ങൾക്ക് ഉള്ള മെഡിക്കൽ കോളേജ് യാതൊരു ഉപകാരവുമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. 10 വർഷമായിട്ടും ആ മെഡിക്കൽ കോളേജ് കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ജനങ്ങൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും മറ്റ് ജില്ലകളെ, ഒന്നില്ലെങ്കിൽ കോയമ്പത്തൂരിനെ അല്ലെങ്കിൽ തൃശ്ശൂരിനെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ്. ഓക്കെ, ശരി അരുൺ.